അനുഷ്ഠാനങ്ങളുമുള്ള ക്രിസ്മസ് പോലെയുള്ള ആഘോഷങ്ങളിൽ മുസ്ലിങ്ങളായ ആളുകൾ ഇടപെടുന്നത് കൂടുതൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈമാൻ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ആ ഈമാനിനെ നാം നിലനിർത്തുക. മതസൗഹാർദ്ദത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മൾ ഈ പള്ളിയിൽ തന്നെ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. മതസൗഹാർദ്ദം പറയുമ്പോൾ നമ്മുടെ മുൻഗാമികളെ നമുക്ക് ഓർമ്മ വരുന്നില്ലേ? അവരാരും മറ്റൊരു മതത്തിന്റെ ആചാരത്തെയോ അനുഷ്ഠാനത്തെയോ സ്വീകരിച്ചത് കൊണ്ടല്ല ഇവിടെ മതസൗഹാർദ്ദം ഉണ്ടായത്. 1400 കൊല്ലം പഴക്കമുള്ള പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രൗഢമായ കേരളീയ പാരമ്പര്യ പരിസരത്ത് തലയെടുപ്പുള്ള എത്ര മഹത്തുക്കൾ ജീവിച്ചിരുന്നിട്ടുണ്ട്. നമ്പുറം തങ്ങൾ ജീവിച്ചിരുന്നിട്ടുണ്ട്. ഉമർ ഖാദി ജീവിച്ചിരുന്നിട്ടുണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത മഹത്വമുള്ള മനുഷ്യർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരാരും മറ്റൊരു മതത്തിന്റെ ആചാരത്തെ സ്വീകരിച്ചത് കൊണ്ടല്ല ഇവിടെയുള്ള ജനങ്ങൾ അവരെ കൈനീട്ടി സ്വീകരിച്ചത്. അവരവരുടെ മതത്തിൽ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിച്ചപ്പോഴാണ് അവരെ തേടി ആളുകൾ വന്നത്, അവരെ ഇഷ്ടപ്പെട്ടത്, അവരുടെ കൂടെ ആളുകൾ ഉണ്ടായത്. അവരിവിടെ മതസൗഹാർദ്ദം നിലനിർത്തിയത് അങ്ങനെയാണ്. നമുക്ക് നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ അനുഷ്ഠാനങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾക്ക് അവരുടെ മതം, അവരുടെ അനുഷ്ഠാനങ്ങൾ, അവരുടെ ആചാരങ്ങൾ അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? എല്ലാവർക്കും അവരവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നിർവഹിക്കാൻ പറ്റിയ ഒരു രാജ്യവും ഒരു ഭരണഘടനയും ആ വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഫലസ്തീനിലെ ബത്ലഹേം ചർച്ച് ഓഫ് നേറ്റിവിറ്റിയിലാണ് ബഹുമാനപ്പെട്ട ഈസാ പ്രവാചകർ പിറന്നത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. ആ പ്രദേശത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ ഡിസംബറിൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന സമയത്ത് ഈസാ പ്രവാചകർക്ക് ജന്മം നൽകിയെന്ന് പറയുന്ന അടയാളപ്പെടുത്തലുകളുള്ള സ്ഥലം കണ്ണീരും ചോരയും നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്നും അവിടുത്തെ അവസ്ഥ അങ്ങനെയൊക്കെയല്ലേ? ആ പരിസര പ്രദേശങ്ങളിൽ ലോകത്തിന് ശാന്തിയും സമാധാനവും പകരാനുള്ള ദൂതൻ പിറന്നു വീണു എന്ന് പറയുന്ന പ്രദേശങ്ങൾ കണ്ണീരിലായി ചോരയിലായി നിലനിൽക്കുകയല്ലേ? തീർച്ചയായും മുസ്ലിങ്ങൾ ആഗ്രഹിക്കില്ല ഞങ്ങളുടെ ഈസാ നബി പിറന്ന സ്ഥലം, ആ സ്ഥലം എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, ആളുകൾ മരിച്ചു വീഴുന്ന, കൊലപാതകങ്ങൾ നടക്കുന്ന ഒരിടമാകണമെന്ന് മുസ്ലിങ്ങൾ ആഗ്രഹിക്കുകയില്ല, ക്രൈസ്തവർ ആഗ്രഹിക്കുകയില്ല. ആ സ്ഥലത്തിന്റെ ശാന്തിയും സമാധാനവും തിരിച്ചെടുക്കേണ്ടത് ലോകത്തിന്റെ അത്യാവശ്യമാണ്. നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ നിന്ന് തെറിച്ചു പോകുന്നതിനെ ഗൗരവമായി കണ്ട് അവരെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കേണ്ടതുണ്ട്. ശുദ്ധമായ ദീൻ എന്ന് പറഞ്ഞാൽ അതേതെങ്കിലും ആരാധനകളിൽ ഒതുങ്ങുന്നതല്ല, സമ്പൂർണമായ ഒരു ജീവിത പദ്ധതിയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, എൻറർ ഇൻടു ഇസ്ലാം കംപ്ലീറ്റ്ലി. പരിശുദ്ധമായ ഖുർആനിന്റെ ശൈലി എങ്ങനെയാണ്? പെർഫെക്റ്റ്ലി നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കൂ, ഇസ്ലാമിലേക്ക് പൂർണ്ണമായി തന്നെ കടന്നു വരൂ. ഒരിക്കലും നിങ്ങൾ വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. വിശ്വാസികളെ ഇസ്ലാമിലേക്ക് പരിപൂർണമായി പ്രവേശിക്കൂ. എല്ലാത്തിലും പരിശുദ്ധമായ മതത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മതത്തെ അറിയുകയും പഠിക്കുകയും ചെയ്യൂ.